വിശുദ്ധ ഖുർആൻ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ പദവിന്യാസത്തെക്കുറിച്ച്, അതിലെ ശാസ്ത്രീയതയെ, അതിന്റെ കൗതുകവും സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കാഴ്ച, നമ്മുടെ കേൾവി, നമ്മുടെ ചിന്താശേഷി വിശുദ്ധ ഖുർആനിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സൂക്തം കേൾക്കണ്ടേ നിങ്ങൾക്ക്? 16-ാം അധ്യായം 78-ാം സൂക്തവും 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂനിലെ 78-ാമത്തെ സൂക്തവും അല്ലാഹു വിശദീകരിക്കുന്നത് ഈ അത്ഭുതത്തെ സംബന്ധിച്ചാണ്. വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. മറ്റൊരു സ്ഥലത്ത് വഹുവല്ലദീ അൻശഅ ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. അർത്ഥം പറഞ്ഞാലേ അത് കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. അല്ലാഹു ആരെന്നല്ലേ? ജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. സമഅ ഏകവചനം, സമഅ വൽ അബ്സാർ ബഹുവചനം ഉപയോഗിച്ചു. കാഴ്ചകൾ, സമഅ കേൾവി, അബ്സാർ കാഴ്ചകൾ, വൽ അഫ്ഇദ ചിന്തകൾ. എന്തേ ഇവിടെ ഖുർആനിന്റെ പദവിന്യാസത്തെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. ഒരു മനുഷ്യന് കൃത്യമായി ഒരേ സമയത്ത് ഒരു കാര്യമേ കേൾക്കാൻ കഴിയുള്ളൂ. രണ്ടാൾ വർത്താനം നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയാറില്ല നമ്മൾ? രണ്ടാൾ നമ്മളോട് സംസാരിക്കും, ചർച്ച ചെയ്യുമ്പോൾ രണ്ടാളും കൂടെ പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയും, എനിക്ക് രണ്ടെണ്ണം കേൾക്കാനാവൂല എന്ന് പറയാറുണ്ട്. ഖുർആനിന്റെ പ്രയോഗം നോക്ക്. സമഅ ഏകവചനം, വൽ അബ്സാർ ഒരേ സമയത്ത് ഞാൻ എന്റെ മുമ്പിലിരിക്കുന്ന ഇത്രയും ആളുകളെ കാണുന്നുണ്ട്, എനിക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്ന് ഒരാൾ പോയാൽ എനിക്ക് കാണാൻ കഴിയും. എന്റെ പ്രഭാഷണം എനിക്ക് അവസാനിപ്പിക്കാം, ആളുകൾ പോകുന്നുണ്ടോ എന്ന് കാണാം, എനിക്ക് കാണാൻ കഴിയും. അബ്സാർ വൽ അഫ്ഇദ, ഈ പറയുന്ന സമയത്ത് തന്നെ എനിക്ക് ചിന്തിക്കാൻ കഴിയും, പടച്ചോനെ അല്ലാഹുവേ ഞാൻ ഈ പറയുന്നത് എന്റെ ഈ ശ്രോതാക്കൾ കേൾക്കുന്നുണ്ടാവോ? അവർക്ക് ഉൾക്കൊള്ളാനുള്ള മനസ്സും പാകതയും നൽകണേ. ഈ പ്രാർത്ഥന ഒരേ സമയത്ത് എന്റെ മനസ്സിൽ വരാം കഴിയും. പക്ഷേ കേൾവി ഒരു സമയത്ത് ഒന്നേ കഴിയുള്ളൂ. എന്തൊക്കെ കേട്ടാലും ഒന്നും മനസ്സിലാകുന്നില്ല, എന്തൊക്കെയോ കേട്ടിട്ട്. ഇതാ മനുഷ്യൻ പറയാ ഖുർആനിന്റെ പ്രയോഗം. ഇനി അതിലപ്പുറം മറ്റൊരു ചിന്ത കൂടെ. ഒരു മനുഷ്യൻ പിറന്നു വരുമ്പോ ഇതിന്റെ മുൻഗണനാ ക്രമമാണ് ഞാൻ ആലോചിക്കുന്നത്. അതിന്റെ സൗന്ദര്യവും അതിന്റെ മഹത്വവും അതിന്റെ കൗതുകവും വിലയിരുത്താൻ കഴിയുന്ന ഒരു ഭാഗം സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. ആ ക്രമം നോക്കും, മുൻഗണനാ ക്രമം. മനുഷ്യൻ ആദ്യം കേൾവിയാണല്ലേ, ആദ്യം കേൾവിയാണല്ലേ, പിന്നെ കാഴ്ചയാണല്ലേ, പിന്നെയാണല്ലേ ചിന്ത. വിശുദ്ധ ഖുർആൻ എത്ര സൗന്ദര്യമുള്ളതാണ്! വിശുദ്ധ ഖുർആനിന്റെ പദ വിന്യാസങ്ങളിൽ എത്ര സൗന്ദര്യം നമുക്ക് കാണാൻ കഴിയും, മുൻഗണനാ ക്രമങ്ങളിൽ എത്ര കാണാൻ കഴിയും. ഇനി ഒരു അത്ഭുതം നോക്ക്, അതിന്റെ സൗന്ദര്യം, അതിന്റെ സൗന്ദര്യവും കൗതുകവും. കര, നമ്മുടെ ഭൂമിയിലെ കരഭാഗം 28.9%. അതിന്റെ കടൽ ഭാഗം ബാക്കി 71.1%. എന്നാൽ അതിന്റെ അനുപാതം വിശുദ്ധ ഖുർആനിൽ കര അഥവാ ബർ എന്ന പദപ്രയോഗം നടത്തിയിട്ടുള്ളത് 13 തവണയും കടൽ എന്ന പദപ്രയോഗം ബഹർ എന്ന പ്രയോഗം നടത്തിയത് 32 തവണയുമാണ്. 13-32 എന്ന അനുപാതം കൃത്യമായും 28.9, 71.1 എന്ന അനുപാതത്തോട് യോജിക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ ശാസ്ത്രീയമായ കൗതുകമാണ്, സൗന്ദര്യമാണ് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ എല്ലാവർക്കും അത് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല, അത് പിന്നെ ആലോചിക്കുക. ഈ അനുപാതം 13-32 എന്ന അനുപാതം, കര കടൽ എന്ന് വിശുദ്ധ ഖുർആനിലെ പദപ്രയോഗങ്ങളുടെ അനുപാതം ഭൂമിയിലെ കരയുടെയും കടലിന്റെയും അനുപാതത്തിന് തുല്യമാണ് എന്നാ പറഞ്ഞതിനർത്ഥം. ഒരുപാട് അത്ഭുതങ്ങൾ സഹോദരൻ